കീർത്തിയുടെയും നവീന്റെയും വിവാഹ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കണമെന്ന് ഇന്നലെ രാത്രി നിർമ്മല എന്നോട് പറഞ്ഞു. കീർത്തി എന്റെ കൊച്ചുമോളാ. അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ അവളെ കൊലയ്ക്ക് കൊടുക്കുന്നേ? അമ്മേ, ഇന്നലെ രാത്രിയിൽ ഞാൻ ആ സ്വപ്നം കണ്ടു. തറവാടിനെ ബാധിച്ചിരിക്കുന്ന ഉഗ്രശാപം. ഈ നേരമായിട്ടും എനിക്കതിന്ന് പുറത്തു കിടക്കാനായിട്ടില്ല. ശാപമൊക്കെ പഴയ കഥയല്ലേ. 100 കൊല്ലം മുമ്പ് ഒരു ശാപം വീണിട്ടുണ്ടെന്ന് കരുതി ഇപ്പോഴങ്ങനെ പേടിക്കണോ അമ്മേ? തറവാട്ടിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളുടെ അമ്മമാര് പേടിക്കണം. നീ വിവാഹം കഴിച്ചില്ലേ? ദുർഗ എങ്ങനെ പാമ്പ് കടിയേറ്റിട്ടല്ലേ? അത് എത്രയോ തലമുറകൾ, എത്രയോ പെൺകിടാങ്ങൾ, അതെല്ലാം സർപ്പദംശനത്താൽ. അപ്പോ കീർത്തിയുടെയും നവീന്റെയും ജാതകം പൂജാപീഠത്തിൽ വെക്കണ്ടെന്നാണോ? എനിക്കറിയില്ല. നീ നവീനെ ഒന്ന് വിളിച്ചേ. പൂജയിൽ അവൻ പങ്കെടുത്തേ പറ്റൂ. എന്തു പറ്റി? അവർ റേഞ്ചിലില്ല. കണ്ടില്ലേ, എല്ലാം ദുശകനങ്ങളാ. നോ മിസ്റ്റർ ജേക്കബ്, 24 hours പോലും ഞാൻ നിങ്ങൾക്ക് തരില്ല. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നിങ്ങൾ എന്റെ ഓഫീസിൽ എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അതർവൈസ് പിന്നെ ഒരു ബിസിനസ് ഡീലിന് വേണ്ടി ഒരാളുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കേണ്ടി വരില്ല. സിതാരയാ പറയുന്നത്. ആരാ മമ്മി? വൺ മിസ്റ്റർ ജേക്കബ്. പണ്ട് ബിസിനസ് സർക്കിളിൽ കിരീടം വെക്കാത്ത രാജാവെന്നൊക്കെ അയാളെ വിളിച്ചോണ്ടിരുന്നത്. എന്ത് ചെയ്യാം, ഇപ്പോഴും രാജാവാണെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് മറിച്ചാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? Poor man. മമ്മി അയാൾക്ക് ശരിക്കും അറിയില്ല. അതാ ആ പാവത്തിന്റെ കുഴപ്പം. ഞാൻ മമ്മിക്ക് കാണിച്ചെന്ന ആ ലാൻഡില്ലേ, സിനി പറഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കകം അത് എനിക്ക് സ്വന്താവുമെന്ന്. ഈസ് ഇറ്റ് റൈറ്റ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വാസമല്ലല്ലോ, സത്യമല്ലേ? ലോകത്ത് ഇതുപോലൊരു അമ്മയെ വേറെ ആർക്കെങ്കിലും കിട്ടുമോ? എങ്കിൽ പിന്നെ എന്തിനാണ് സംശയിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ആളുകള് ആ ബിസിനസിന്റെ ഡീൽ ഉറപ്പിച്ചോണ്ടിരിക്കുക. വിത്തിൻ മിനിറ്റ്സ് അതിന്റെ മോൾഡേ ആവും. ലോകം കീഴടക്കാനുള്ള പണം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഈ ലോകം മുഴുവനും എന്റെ മകൾക്ക് വാങ്ങിത്തരാം. സിതാരയുടെ മകൾ ആളുകൾക്കൊരു ഉദാഹരണമാവണം. ആളുകളുടെ അസൂയക്ക് കാരണമാവണം. എന്റെ മോളെ കാണുന്നത് താഴേക്കല്ല, മുകളിലേക്ക് നോക്കണം. ഉയരങ്ങളിൽ നിൽക്കുന്ന നിന്നെ കാണണം. അതാ മമ്മിയുടെ ആഗ്രഹം. താങ്ക് യു മമ്മി. ഓക്കെ. അതെ, ഈ ലാൻഡൊക്കെ വാങ്ങിട്ട് എന്താ പ്ലാൻ? ഒരു സ്വപ്നം കാണുന്നത് പോലെ ഒരു അവധിക്കാല റിസോർട്ട്. A perfect space for entertainment. That's my idea. Good. അയ്യോ. ഹലോ, ഞാൻ കൊണ്ടുവന്ന കച്ചവടക്കാരെ ഒതുക്കി തനത് മറച്ചു വിറ്റല്ലേ? എന്റെ പൊന്നുമോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ എന്നോടൊന്ന് ക്ഷമിക്ക്. താനിങ്ങോട്ട് കരയിലേക്ക് കയറി വാ. തനിക്കുള്ള സമ്മാനമായിട്ടേ ഞങ്ങൾ ഇവിടെ കരയിൽ കാത്തു നിൽക്കുന്നുണ്ട്. അയ്യോ, ചേട്ടാ, സാറേ, വെള്ളത്തിന്റെ ബിസിനസ് ആണെന്ന് എപ്പോഴാ മനസ്സിലാക്കിയത്? സാറേ, ഞാൻ പിന്നെ വന്നോളാം. നമുക്ക് പണി തന്ന ആൾക്കാരല്ലേ, തിരിച്ച് നമുക്കൊരു പണി കൊടുക്കണം. ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി. ചെല്. അയ്യോ മക്കളെ, ചുമ്മാ ഇത് പിടിച്ചേ.
ഉത്തമ ജാതകമുള്ളൊരു പെണ്ണ് അയാളെ എന്തായാലും തേടി വരും. പക്ഷേ അയാൾക്ക് മുന്നിൽ തടസ്സങ്ങൾ ഏറെ ഉണ്ടാകും. പക്ഷേ ഈശ്വര നിശ്ചയം അവർ തമ്മിൽ ചേരാനാണെങ്കിൽ അയാളെ ബാധിച്ച സകല തടസ്സങ്ങളും ആ പെൺകുട്ടി മാറ്റിയിരിക്കും.